ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്ന അടിപൊളി തക്കാളിക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുന്നത് ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാനിപ്പോൾ ഈ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 3 തക്കാളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് അധികം പഴുക്കാത്ത തക്കാളി വേണ്ട എടുക്കാൻ. അതായത് നമ്മൾ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് നീങ്ങില്ലേ, അതുപോലത്തെ എടുക്കരുത്. ഇതുപോലത്തെ അധികം പഴുക്കാത്ത തക്കാളി വേണ്ട എടുക്കാൻ. ഇനി നമുക്ക് ആ തക്കാളി കഴുകി ക്ലീനാക്കിയതിന് ശേഷം അതിൻ്റെ ആ ഫ്രണ്ട് ഭാഗമില്ല അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇത് നമുക്ക് ഒരു തക്കാളി 4 പീസാക്കണം. ഒരുപാട് നമ്മൾ കറിക്കൊക്കെ അരിയുന്ന പോലെ ചെറിയ ചെറിയ പീസാക്കരുത്. ഇതുപോലെ സെൻറ്റർ കട്ട് ചെയ്ത് ഒരു തക്കാളി 4 പീസാക്കി എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ കുക്കറിൽ ഒറ്റ വിസിലാണ് കേട്ടോ ഈ തക്കാളിക്കറി ഉണ്ടാക്കുന്നത്. നിങ്ങളിപ്പോൾ സാധാ പാനിലോ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പഴുത്ത തക്കാളി എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ആക്കാം. അതാകുമ്പോൾ നമ്മളങ്ങനെ തിളപ്പിച്ചിട്ടല്ലേ എടുക്കുക. അപ്പോൾ ഈ തക്കാളിക്കറിക്ക് നമ്മൾ തക്കാളി അധികം ഉടയേണ്ട ആവശ്യമില്ല കേട്ടോ. ഉടയാതെ വേണം. നമ്മൾ സാധാ കറിക്കൊക്കെ നല്ല വേവിച്ചെടുക്കില്ലേ, അതേപോലെ ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പീസായിട്ട് ഇതൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എല്ലാതും. ഇനി നമുക്ക് ഒരു കുക്കർ വെച്ചിട്ട് കുക്കർ ചൂടായതിനു ശേഷം ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ച് കൊടുക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മളിട്ട് കൊടുക്കുന്നത് ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇല്ലേ അതൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ് കേട്ടോ. ഇത് ഉപ്പ് വേറെ ഒന്നും നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. ഇതാകുമ്പോൾ ഒറ്റ വീസിലാക്കിയിട്ട് നമ്മൾ ഓഫ് ചെയ്തിടണം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഒരു 1/4 ഗ്ലാസും വേണ്ട. ഇനിയിപ്പോൾ ഇതൊന്ന് അടി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് 1/4 ഗ്ലാസും വേണ്ട, അതിന് കുറച്ച് ഇതുപോലെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒറ്റ വീസിൽ നമുക്കിത് ഓഫ് ചെയ്തിടണം കേട്ടോ. നമുക്കിനി ഈ വിസിൽ വരുന്ന സമയത്തിനുള്ളിൽ ഒരു അരപ്പുണ്ടാക്കണം കേട്ടോ. അരപ്പിനായിട്ട് അരക്കാനായിട്ട് ചെറിയ ജാറെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 മുറി തേങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് 4 പച്ചമുളകാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഇതിൽ നമ്മൾ വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അത് അരയാനുള്ള വെള്ളം, ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അത് നല്ല പേസ്റ്റായി അരഞ്ഞ് കിട്ടില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കുക്കർ ഒരു വിസിൽ കറക്റ്റ് ഒരു വിസിലാക്കണം. അത് തുറന്നിട്ടുണ്ട്. 2 വിസിലൊന്നും ആക്കരുത്, അപ്പോൾ ഒരുപാട് ഉടഞ്ഞു പോകും. നമുക്കത് കറി അതിന് ശേഷം ഇതൊക്കെ ഓരോ പീസസായിട്ട് നമുക്ക് അങ്ങനെ കഴിക്കുമ്പോഴാണ് രസം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ തക്കാളിക്കറി പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അതുപോലെ തന്നെ നമുക്കിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഈ കറി ഒരുപാട് ലൂസാക്കുന്നില്ല, കുറച്ച് കുറുകിയ ടൈപ്പിൽ വേണ്ട നമുക്ക് ആവാൻ. ഇപ്പോൾ ഞാൻ ആ മിക്സിയിൽ ജാറ് കുറച്ച് അരപ്പിടില്ല, അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ ഈ ഒരു തിക്കുണ്ട്, കുറച്ചും കൂടി ഒരു 1/4 ഗ്ലാസ് വേണ്ട, അതിന് കുറവ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈമിൽ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പ് എൻ്റെ കറക്റ്റാണ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്കൊരു ഉള്ളി ഒന്ന് മൂപ്പിച്ചിട്ട്, കാരണം ആദ്യമേ നമ്മൾ കടുക് വറുത്താണ്, ഉള്ളി മൂപ്പിച്ചിടുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ സാധാ കറിക്ക് മൂപ്പിച്ചെടുക്കുന്ന പോലെ ചുവന്നുള്ളി ഇതുപോലെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതിന് കുറച്ച് ഉണക്കമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നുള്ളു ഒരു കാശ്മീരി ചില്ലി ഒരു കളറിനായിട്ട് ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഇട്ട് കൊടുക്കണ്ട, നുള്ളിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇവിടെ നമ്മൾ കറി സെറ്റായി കറിയില്ല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് വീഡിയോ ഓഫായി പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈസിയാണ് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും അതുപോലെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സൂപ്പർ തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ പീസസായിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ സാധാ കറിക്ക് പോലെ അത്രയും ഇവിടെ ഉടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.